94 ഒക്ടോബറിലാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്, ഈ സോക്കാൾഡ് ചാര കേസ്. 94 ഏപ്രിലാണ് മിസ്റ്റർ കസ്തൂരി രംഗൻ ബിക്കംസ് എ ചെയർമാൻ. അതായത് 5-6 മാസത്തിന് മുമ്പ്. 93 ഫസ്റ്റ് PSLV ലോഞ്ച് 93 ഒക്ടോബർ. 94 ഒക്ടോബറിലാണ് രണ്ടാമത്തെ PSLV ലോഞ്ച്. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോർ LPSC സെൻറ്റർ. ഞാൻ ചെയർമാൻ ആകണമെങ്കിൽ ഐ ഷുഡ് ബിക്കം എ ഡയറക്ടർ. അപ്പോൾ അടുത്ത് വരുന്ന ചെയർമാൻ പ്രൊഫസർ UR റാവു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ചെയർമാൻ ആരാണ് എന്നുള്ളതിൽ ഭയങ്കര സംശയം. എൻ്റെ ഡയറക്ടർ, എനിക്ക് നേരെ മുകളിലിരിക്കുന്ന മുത്തുനായകം ചെയർമാൻ ആകും എന്നായിരുന്നു എല്ലാവർക്കും വിശ്വാസം. അങ്ങനെ ചെയർമാൻ ആയില്ല. അതിന് പകരം കസ്തൂരി രംഗനാണ് ചെയർമാനായത്. അപ്പോൾ എൻ്റെ ഒരു പൊസിഷനിലേക്ക് മുത്തുനായകം പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ചെയർമാൻ ആവില്ലെങ്കിൽ ഞാൻ പുറത്തു പോകും. ഞാൻ ഡിസ്പാഷനേറ്റായിട്ട് പറയുകയാണ്. അങ്ങേര് പുറത്ത് പോയാൽ ഞാൻ ഡയറക്ടറാവും. അങ്ങേര് സംഭവിച്ചത്, അങ്ങേര് പുറത്തും പോകുന്നില്ല, എന്നെ ഡയറക്ടറാകാനും സമ്മതിക്കുന്നില്ല. ഞാനത് ആയില്ലെങ്കിൽ എനിക്ക് ചെയർമാൻ ആകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് താങ്കൾ അല്ല, കംപ്ലീറ്റ് സ്റ്റോറി. ഞാൻ ഇത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 7 മാസം എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ചെയർമാൻ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ there is no point in continuing because I have dreams in my mind to make India as a space power. അപ്പോൾ എനിക്കുള്ള ഒറ്റ ഒരു വെപ്പൺ അല്ലെങ്കിൽ ആയുധം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തു പോകണം, എന്നെ ഇവിടെ. അപ്പോൾ ഇത് 93 തന്നെ ലോഞ്ച് കഴിഞ്ഞ ഉടനെ ഞാൻ പ്രൊഫസർ റാവലിനടുത്ത് ചെന്ന് ഇത് പറഞ്ഞു. റാവ് പറഞ്ഞു, നോ 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 നോ, ഇത് നിങ്ങളുടെ സ്റ്റേജ് സക്സസ് ആയാലും അടുത്തത്, ഞാൻ പറഞ്ഞു അടുത്ത വർഷം നിങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഷുവറായിട്ടുണ്ടാവും. പക്ഷെ അങ്ങേര് പറഞ്ഞ പോലെ അങ്ങേര് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇൻ ദ മന്ത് ഓഫ് ആഗസ്റ്റ് 94 ഐ മെറ്റ് കസ്തൂരി രംഗൻ. ഐ ടോൾഡ് ഹിം ദിസ് വിഷയം. And then I said that either you make me as a director or ask me to go out. He said, wait, let us see. അത് നവംബറിൽ നടക്കാത്തത് കൊണ്ട് നവംബർ 1-ാം തീയതി, that is much earlier than my arrest, I wrote a letter. On that letter I am mentioning that my discussions with chairman ISRO during August. എവിടെ ഇരുന്ന കള്ളത്തനം വരുന്നത്? ഈ ചാർജ് കേസ് തുടങ്ങിയതിന് ശേഷം ഞാൻ രജിസ്ട്രേഷൻ ലെറ്റർ, ഇവർ പറയുന്നത് വാട്ട് സൂട്ട്സ് ദം. എനിക്ക് തോന്നുന്നു കേരള പോലീസും IBയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അലിബിയായിട്ട് എടുത്തത് ഇതാണ്. നിന്നില്ല, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. IBയും പോലീസും എന്നോട് ചോദിച്ചത്, നിങ്ങൾ നാട് വിട്ട് ഓടാനുള്ള അഭിപ്രായത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ എല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ മണ്ട, ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ എക്സ്പോസ് ചെയ്യപ്പെടും, ഞാൻ മിണ്ടാതിരിക്കില്ലേ? ഞാൻ the fact that I am writing my resignation letter openly and giving to them shows that I am innocent. ഇത് മനസ്സിലാകുന്നില്ലേ എനിക്ക്? അവർ മോളിലും കൊള്ളിയും നോക്കുകയാണ്. പക്ഷേ ഇതേ ആർഗ്യുമെൻറ്റ് when I said to CBI, they accepted it. Now my point is very simple. എനിക്ക് ഒളിക്കാനും കള്ളം പറയാനും ഒരു ആവശ്യവുമില്ല, അതിൻ്റെ നെസസിറ്റിയും ഇല്ല. എൻ്റെ പ്രൊഫഷണൽ കാരിയറിലേക്ക് ഒരു പ്രശ്നം വന്നപ്പം ആ പ്രശ്നത്തിന് എന്താണ് റൂട്ട് അത് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരം എനിക്കും താങ്കൾക്കും പിന്നീട് കിട്ടുന്നുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുക, അതൊക്കെ റെക്കോർഡിലാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഇവിടെയുള്ള ഹോട്ടലുകളിൽ ചില അതിഥി സൽക്കാരങ്ങളിൽ ആൾക്കാർ ഇങ്ങനെ പോയി പങ്കെടുക്കും. അങ്ങനെ ചില സോഷ്യൽ സർക്യൂട്ടുകളിലൊക്കെ ശ്രീ നമ്പിനാരായണനെ കാണാൻ കഴിയുമായിരുന്നു എന്ന് അന്ന് പറഞ്ഞ പല ആൾക്കാരുമുണ്ട്. അത് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പം എനിക്കും വേണമെങ്കിൽ, താങ്കൾ വളരെ റിസർവ്ഡ് ആയിരുന്നു, അതേക്കുറിച്ച് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ അഫീഷ്യലായിട്ടുള്ള ഒരു ജോലി നടത്താനായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് റഷ്യയിലിരുന്ന് ഈ ടീം വരുന്നുണ്ട്. ഇവരോട് പല സമയങ്ങളിലും പല കാര്യങ്ങളും നമ്മൾ അഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിങ്ങിലേക്ക് ചിലപ്പോൾ സംസാരിച്ചാൽ പെട്ടെന്ന് അതിന് ആൻസർ കിട്ടില്ല. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ വൈകിട്ട് അവിടെ ഇരിക്കും. ഞാൻ പറയട്ടെ, ഒരാളിനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെന്നെ പെണ്ണ് വിളിച്ചെന്ന് പറയാം, വെള്ളം അടിച്ചെന്ന് പറയാം. ഈ കേസിൽ ഇതൊക്കെ ഉണ്ടായി. എന്താ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ പത്രത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് തലക്കെട്ടുകളിലൊന്ന് കിടപ്പുമുറിയിലെ
ടൂണ ഫിഷ് എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായോ? എനിക്ക് ബോധ്യമാണ്. അങ്ങനെ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു പെണ്ണുമായിട്ട് ഞാൻ കടന്ന് കറങ്ങിയെന്നും പറഞ്ഞ് ഇവർ എഴുതിയില്ലേ? അതിൽ പറഞ്ഞില്ലേ? അത് ഒരു തിട്ടത്തോടു കൂടെ നടക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം. ഐ എം നോട്ട് ബാധഡ് അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് ബാധരേഷനേ ഇല്ല. അല്ല ചേട്ടാ, ഞാൻ ചോദിച്ചു വെച്ചാൽ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക മലവെള്ള പാച്ചിൽ പോലെ വരികയാണ്, അപസർപ്പക കഥകൾ പോലെ. ഈ പറഞ്ഞ ഇതിനകത്ത് ക്രിയേറ്റഡ് ആണ്. ദാറ്റ് ഈസ് വിത്ത് എ മോട്ടീവ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ഞാൻ കാണിച്ചു തരാം ഒരു സംഭവം. നോക്ക് നോക്ക് നോക്ക്. ആ കാലഘട്ടത്തിലെ നോക്ക്, പരീക്ഷണം പാളിയപ്പോൾ അവർ വിജയം കൊണ്ടാടി. ആകാശവിജയം തകർത്ത അട്ടിമറി, ഡയറിക്കുറിപ്പുകൾ, മിസൈൽ രഹസ്യങ്ങൾ വിദേശത്തെത്തിയോ? നോക്കുക, ഗയൂബിനെ രക്ഷിക്കാൻ പോലീസായി മറിയ, ജീനിയസിന്റെ വികൃതികൾ, മറിയ തുറന്നുവിട്ട ഭൂതം, പ്രധാനമന്ത്രിക്കും നമ്പിയുടെ ക്ലാസ്, കമ്പിയില്ല കമ്പി വഴി വന്ന അജ്ഞാതൻ, മാലിത്തെരുവിലെ കാമുകിമാർ, IG ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. എന്ത് ഡോസായിരുന്നു ഈ അല്ല, ഇത് ഒരു പത്രം മാത്രമല്ല. എൻ്റെ കയ്യിൽ കെട്ടുകളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. നഷ്ടപ്പെടുത്താൻ പാടില്ല, ഇനി നഷ്ടപ്പെടുത്തും. എനിക്ക് ഇതുവരെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അത് വച്ചിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അല്ല, താങ്കൾ ഇത് കഴിഞ്ഞ 22 വ്യാഴവട്ടക്കാലമായിട്ട് 24 വർഷമായിട്ട് താങ്കളുമായി ബന്ധപ്പെട്ട പരാമർശിക്കപ്പെട്ട ഈ അപസർപ്പക കഥകളൊക്കെ താങ്കൾ മുറിച്ചു വച്ചിരിക്കുകയാണ്. ഏകദേശം അത് എൻ്റെ പോസ്റ്ററിറ്റി, അതായത് എൻ്റെ സന്തതികൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. അവർക്ക് കൊടുക്കും, ഞാൻ കൈമാറും. എൻ്റെ സ്റ്റാമ്പ് അപ്പൂപ്പൻ്റെ ബാലൻസ് ഷീറ്റിൽ പെടുന്ന ഒന്നാണിത്. അല്ല, എന്നെക്കുറിച്ച് മോശമായിട്ടും വന്നത് ഞാൻ ഒളിച്ചു വെച്ചിരുന്നു, അങ്ങനെ എനിക്കൊരു നാണമില്ല. എനിക്കിതിനകത്തുള്ള ഉത്തരവാദിത്വം ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഒന്നും കൂടെ എടുത്ത് താങ്കളൊന്നും നോക്കുമ്പോൾ താങ്കൾക്ക് ഒരുപക്ഷെ ഏതൊരു വ്യക്തിക്കും ഒരു എന്താ പറയണ്ടേ ഒരു ചില്ല് കടന്നു പോകേണ്ടത് ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കള്ളൻ എന്ന് ഒരാൾ വിളിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ കള്ളനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളെ കണ്ടുപിടിച്ചല്ലോ. ചേട്ടാ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. താങ്കളിപ്പോൾ ഒരു എന്താ പറയുക ഒരു കൊലപാതകത്തിൽ താങ്കൾ ശിക്ഷിക്കപ്പെടുന്നു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ചില മേഖലകളെ വല്ലാത്ത ഇളഭ്യതയോടെ ആൾക്കാർ നോക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ കിടപ്പുമുറിയിലെ ടൂണ ഫിഷ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനെ ഒരു സെക്ഷൽ സ്കാൻഡൽ പോലും ആക്കി മാറ്റാനുള്ളൊരു ശ്രമം. അപ്പോൾ അത്രത്തോളം അതൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നൊരു കാര്യമായിരിക്കില്ല. പക്ഷേ ഇതൊക്കെ വന്നിട്ടുണ്ട് ഈ വാർത്തകളിൽ. അല്ല, അത് ശരിയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇൻ വാട്ട് വേ യു ക്യാൻ കൺട്രോൾ ഇറ്റ്? നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇങ്ങനെ പറയരുത്, ഇങ്ങനെ എഴുതരുത്. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ജഡ്ജ്മെൻറ്റിൽ ഇത് മലീഷ്യസ് പ്രോസിക്യൂഷനാണ് ഒരു സെൻറ്റൻസ്. മലീഷ്യസ് പ്രോസിക്യൂഷൻ. ദിസ് അറസ്റ്റ് വാസ് അൺവാണ്ടഡ് ആൻഡ് ഹി വാസ് ടാർച്ചേർഡ്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം എന്താ മീൻ ചെയ്യുന്നത്? ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്നും ഇത് ഫാൾസ് ആണെന്നും എന്നല്ലേ മീൻ ചെയ്യുന്നത്? വ്യക്തമായി.